നിങ്ങൾ ഈ ആളുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവരൊക്കെ ഏത് ആശയക്കാരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണോ? ഇനി വന്നു ചേരുന്ന ആളിൽ ഇനി യഥാർത്ഥത്തിലൊരു ഭീകരനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഈ മെക്സവെല്ല് അതാത് യൂണിറ്റുകളിൽ അതാത് പ്രദേശങ്ങളിലുള്ള ആളുകൾ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാൾ കുണ്ടോട്ടിയിലോ മലപ്പുറം ജില്ലയിലോ വന്ന് എക്സസൈസ് എടുക്കൂല. അതെടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ്, ആരാണ്, ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കും. അതാത് പ്രദേശത്തുള്ള ആളുകൾ അതാത് പ്രദേശത്ത് നടക്കുന്ന യൂണിറ്റിൽ നടക്കുന്ന എക്സസൈസിൽ മാത്രമേ പങ്കെടുക്കുള്ളൂ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കറിയല്ലോ ഇതാരാണ് എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 വർഷവും ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഈ വിവാദമായ സംഗതികളുണ്ടായിട്ട്, ഈ 2 വർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിയോ ഒരു പരാമർശമോ എവിടുന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, എവിടുന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇവർ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി എന്നുള്ളത് ഒരു യൂണിറ്റൊന്നും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രവുമല്ല അവിടെ 21 എക്സസൈസ് ചെയ്യുന്നു. അവിടെ ഒരു 5 മിനിറ്റോ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു മാസമോ അല്ലെങ്കിൽ 15 ദിവസമോ വന്ന ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് അവിടെ പറയുന്നു. അവർക്ക് ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ടുണ്ടായ ഒരു ഉല്ലാസം, അവർക്ക് ആരോഗ്യപരമായിട്ടുണ്ടായ ആ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ടായ ആ ഒരു സുഖങ്ങൾ അത് 2 മിനിറ്റിൽ അവരുടെ പറയും. പിന്നെ അവരിങ്ങനെ കൈ കൊടുത്ത് എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോകും. അല്ലാത്തൊരു പ്രസംഗം ഒന്നും അവിടെ നടക്കുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു ആശയങ്ങൾ അവിടെ പറയേ അല്ലെങ്കിൽ മതസംഘടനകളുടെ അഭിപ്രായം അവിടെ പറയേ, അവിടെ ഇന്നേ വരെ ഞങ്ങളിപ്പോൾ 1000-ഓളം യൂണിറ്റുകളുണ്ട്. ഈ 1000-ഓളം യൂണിറ്റുകളും എവിടെയും അത് നടന്നിട്ടില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, എല്ലാ യൂണിറ്റുകളും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെത് അല്ലെങ്കിൽ ഒരു മതസംഘടനയിലോ ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റും ഇല്ല. അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്. പിന്നെ ഇവർ പറയുന്ന അതിതീവ്രമായ ആളുകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാത് യൂണിറ്റിലുള്ള ആളുകൾക്ക് അറിയില്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു യൂണിറ്റിലുള്ള ആ പ്രദേശത്തുള്ള ആളുകൾ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പുറത്തേക്ക് ആരും പോവില്ല. പോവുകയാണെങ്കിൽ തന്നെ അത് കൃത്യമായി ആരാണ് എന്താണ് എന്ന് പൂർണ്ണമായി അന്വേഷണം നടത്തിയിട്ടേ ഞങ്ങൾ അയാളെ പറഞ്ഞേക്കാറുള്ളൂ. പിന്നെ എന്തിനാണ് ഇതിന് വേവലാതി? ഇത് നമുക്കറിയില്ല, 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരൊരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, ജീവിതശൈലി രോഗം കൊണ്ട്. ആ ആളുകൾ 20 മിനിറ്റ് കൊണ്ട് നിഷ്പ്രയാസം ഒരു ചിലവുമില്ലാതെ ഒരു പൈസ വാങ്ങാതെ ചെയ്തു പോകുന്ന ആളുകളെ എന്തിനാണ് വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? അത് അവർ ചെയ്തു പോയിക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ. അത്തരം പാവപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് ഗുണകരമായോ അതോ ഇനി NIA ഒക്കെ വന്ന് പ്രശ്നമാവോ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഏത് അന്വേഷണം വന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒരു പിരിവില്ല, ഒരു അഡ്മിഷൻ ഫീ ഇല്ല. ഞങ്ങൾക്ക് മാസാന്ത പിരിവുകൾ ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങൾക്കൊരു ഓഫീസില്ല, ഒന്നുമില്ല. ഇത് എല്ലാവരുടെയും ഇത് വേണ്ട എന്ന് നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് പോയി? ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് പോയി, സാധാരണക്കാരായ ആൾ പോയി. മുതലാളിമാർക്ക് ഒരു പ്രശ്നമല്ല, കാരണം അവരുടെ വീട്ടിൽ അവർക്ക് ജോഗിങ് ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളുണ്ട്. പാവപ്പെട്ട ആളുകൾ അതാത് കൂലിപ്പണി എടുത്ത് അവരുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയും. പക്ഷേ ഈ ഓഫീസിൽ പോകുന്ന ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകളാണ് ഈ വരുന്നത്. അവർക്ക് ഇതിങ്ങനെ കൂട്ടമായി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഉല്ലാസമുണ്ട്, ഒരു ഉന്മേഷമുണ്ട്. അവരുടെ നാട്ടിലുള്ള ആളുകൾ, കണ്ടുമുട്ടാത്ത ആളുകൾ, നമ്മളൊക്കെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ്. അവരൊക്കെ ഒന്ന് കാണാനും അവരൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഉള്ളൊരു ഒരു വേദിയാണത്.